ഹലോ ഗായ്സ്, നമുക്കിന്ന് രാവിലത്തെ ചായക്ക് ചപ്പാത്തിയും ചെറുപയറുകറിയും ആക്കിയാലോ? ബാ. ആദ്യം നമുക്കൊരു കിണ്ണം എടുത്ത് വെക്കാം. അതിലേക്ക് പൊടിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം കുഴച്ച് ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബോൾ. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ചെറുപയർ കറി എങ്ങനെയാക്കാൻ നോക്കാം. ചെറുപയർ തലേന്ന് രാത്രിയെ വെള്ളത്തിൽ പുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായി രാവിലെ ആകുമ്പോൾ നന്നായി കഴുകിയിട്ട് നമുക്കതിലേക്ക് ഉള്ളിയും പച്ചമുളകും, ഉള്ളി ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി, ചെറിയ കഷ്ണം, പിന്നെ പച്ചമുളക്, പിന്നെ മഞ്ഞൾ, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കർ ഗ്യാസ് മേൽ വെക്കാം. ഇനി വിസിലിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ല. നമ്പറൊക്കെ എടുത്ത് എത്ര വിസിലാണ്. അങ്ങനെ 4 വിസിലിന് ശേഷം ഗ്യാസ് ഓഫാക്കി ഇനി കുക്കർ തുറന്ന് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ അരപ്പ് ചേർക്കാം. തേങ്ങ അരച്ചത് നമ്മൾ മുന്നേ ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അരക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് മിക്സാക്കും. ഇനി ഇത് ഒന്നുകൂടെ ഗ്യാസുമേലേക്ക് വെക്കും. സ്റ്റൗ കത്തിച്ച് കുക്കർ അതിൽ വെച്ച് നമ്മളിത് പതപ്പിച്ചെടുക്കും. ഇനി ഇതിന് മൂടിയുടെ ആവശ്യമില്ല. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും കൂടി പൊട്ടിച്ചെടുക്കാം. നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ മൂടിയിടാറുണ്ട്. മുഖത്തൊന്നും തെറിക്കണ്ടല്ലോ, കണ്ണിലും മുഖത്തും ഒന്നും തെറിക്കണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ ആയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ചപ്പാത്തി ആക്കണ്ടേ, അതിലേക്ക് പോവാം. സ്റ്റവ് കത്തിച്ച് ഇനി ചപ്പാത്തി പരത്തിയെടുത്ത് ചുട്ടെടുക്കാം. നോക്കാം, ഇനി അത് നമുക്ക് കാണാം എങ്ങനെയാണ്. ചപ്പാത്തി പൊടിയിലാണ് സാധാരണ, ആ പൊടി തന്നെയാണ് പരത്താറ്. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ട്, നമുക്കിതാ ഇഷ്ടം. ചപ്പാത്തി പരത്തുന്നതാണ് നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ചപ്പാത്തി റെഡിയായി. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് ആ ചെറുപയർ കറി അതിലേക്ക് ഒഴിച്ച് വെക്കാം. പിന്നെ അതിലേക്ക് ഒരു സ്റ്റൈലിന് നമുക്ക് കറിവേപ്പില മേലെ ഒന്ന് വെക്കാം, വെറുതെ ഒരു ഷോ. പിന്നെ ചപ്പാത്തി എടുത്ത് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കഴിക്കാനായി എടുക്കാം.
ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ഷോ കാണാം. ചെറുപയറും ചപ്പാത്തി കഴിക്കുന്നത്. കഴിക്കുന്ന കാണുമ്പോൾ ആർത്തി മൂത്ത പോലെ ഇരിക്കുന്നല്ലേ. കുറച്ച് സ്പീഡ് കൂട്ടിയതാ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും ചെറുപയർ കറിയും ഇവിടെ ആക്കി ഞാൻ കഴിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടമുള്ളവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.